ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഡിസംബർ 31 ഞാൻ ഈ ആഴ്ചയിലേക്കുള്ള കണ്ടൻറ്റ് തയ്യാറാക്കിയത്. അപ്പോൾ ചുറ്റുപാടും പടക്കം, ബഹളം, വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ, വളരെ മനോഹരമായൊരു അന്തരീക്ഷത്തിലിരുന്നാണ് കണ്ടൻറ്റ് തയ്യാറാക്കിയത്. ഞാൻ നിങ്ങളോട് എപ്പോഴും വായിക്കണമെന്ന് പറയുന്നൊരു പുസ്തകമില്ലേ, ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. എൻ്റെ ചില വീഡിയോസിൽ ഞാനത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറില്ലേ, അതുപോലെ ഞാൻ ഇടയ്ക്ക് വായിക്കുന്നൊരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. ഇന്നത് വായിച്ചപ്പോൾ കടന്നുകൂടിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 500 വർഷത്തെ മനുഷ്യൻ്റെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രമാതീതമാണെന്ന് പറയാൻ വേണമെങ്കിൽ. പ്രത്യേകിച്ച് സമ്പത്ത്, സുഖസൗകര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ചില ഫെയറി ടെയിൽസ് ഇല്ലേ, അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേർന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ മനുഷ്യരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ആർ വി ഹാപ്പിയർ? ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും കൂടുതൽ സന്തോഷവാന്മാരും സന്തോഷവതികളുമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ അല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 500 വർഷത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ ക്രമാതീതമായ വളർച്ചയാണെന്ന് നമ്മൾ പറഞ്ഞു. ക്രമാതീതമായ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ളൊരു വളർച്ച. അപ്പോൾ ഈ ഗ്രോത്തിനെ കുറിച്ച് കുറച്ചും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടി ഗണിതശാസ്ത്രത്തിൽ പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. അരിത്തമെറ്റിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് വളരെ കൺട്രോളിൽ പോകുന്ന ഒരവസ്ഥ. പക്ഷെ അതുകൊണ്ട് നമുക്ക് തൃപ്തിയാവണമെന്നൊന്നുമില്ല. ഇപ്പോഴുള്ള അവസ്ഥയെ എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ എക്സിൽ ഒരു നിശ്ചിത തോതിൽ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിലും കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ട്, ജോമെട്രിക് ഗ്രോത്ത്. എക്സ്, 2x, 3x ഗ്രോത്ത് 2 മടങ്ങ് 3 മടങ്ങ് ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞതിനേക്കാളിലും ഗ്രോത്ത് കുറച്ചും കൂടി ഫാസ്റ്റായി. ഇനി അടുത്ത ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻², x⁻3, x⁻4. ഇതിനെ നമുക്കൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയാം. പക്ഷേ ഇതിനേക്കാൾ അപ്പുറമുള്ളൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രമാതീതമായിട്ടുള്ള വളർച്ച. ശരിക്കും നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ സെൽസ് നമ്മുടെ ജീവനെ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഈ സെൽസിൽ ഒരു ക്രമാതീതമായ വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ അതിന് പറയുക, ക്യാൻസർ എന്നുള്ളൊരു മാരക രോഗമായിട്ട് അത് മാറും. പിന്നെ ജീവിതം എന്തായി മാറുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പണം, സമ്പത്ത്, മറ്റ് സുഖസൗകര്യങ്ങൾ, ഇതിലെല്ലാം വന്ന ക്രമാതീതമായ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ ഗ്രോത്ത് നിയന്ത്രണത്തിലായിരുന്നപ്പോൾ നമ്മൾ സന്തോഷത്തെ മെഷർ ചെയ്യാൻ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വീടുകളിൽ എന്തുമാത്രം സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് അവർ ഹാപ്പിയാണോ അല്ലയോ എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, പുറമേ കാണുന്ന ഈ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. സന്തോഷം എന്നുള്ളതൊരു ഇന്നർ ഫീലിംഗ് ആണ്, ആ പ്ലസൻറ്റ് ഫീലിങ്സ് ആണ്. ഈ പ്ലസൻറ്റ് ഫീലിങ്സ് വളർത്തിയെടുക്കാൻ പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പ്ലസൻറ്റ് ഫീലിങ്സിന് ഒരു ആയുസില്ല, അത് വരുന്നു പോകുന്നു. സന്തോഷം എന്നുള്ളത് ഇതിനൊക്കെ അപ്പുറം ഉണ്ടാകേണ്ട ഒരു ഇന്നർ ഫീലിംഗ്, പ്ലസൻറ്റ് ഫീലിങ്സ് ഒക്കെയാണ്. 2026 പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഞാനും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ആം ഐ ഹാപ്പിയർ? കഴിഞ്ഞ വർഷം ഞാൻ എവിടെയായിരുന്നു, അതിനേക്കാൾ കൂടുതൽ സന്തോഷം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. എൻ്റെ ആ ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് ഇല്ലേ, സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഫീൽ ഗുഡ് അവസ്ഥ, അതിൽ തീർച്ചയായിട്ടും കുറവ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നോ, ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്. വലിയ ഹെൽത്ത് ഇഷ്യൂസ് അല്ല, പക്കട്ട്, എൻ്റെ ഒച്ചയടക്കൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു. ശബ്ദമാണ് എൻ്റെ വലിയൊരു സ്ട്രെങ്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ പാട്ട് പഠിക്കുക, പാട്ട് പാടുക. പക്ഷെ ചെറിയൊരു കഫക്കെട്ട് വന്നാൽ പോലും നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഒരു വർഷാവസാനം നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഈ വർഷം എനിക്കുണ്ടായ നന്മകൾ എന്തൊക്കെയാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിലുണ്ട്. അത്രയധികം ബ്ലെസ്സിങ്സ് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു, അതിൽ 50ാമത്തെ ബാച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നല്ല നല്ല കണക്ഷൻസ് കിട്ടി. എൻ്റെ മോള് PhD എടുത്തു. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 2026 കാലുകുത്താൻ പറ്റി. അപ്പോൾ എന്നെ സംബന്ധിച്ചും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും നല്ലൊരു വർഷമായിരുന്നു.
അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ എനിക്കുണ്ടെങ്കിലും ഐ ആം നോട്ട് ഹാപ്പിയർ. അപ്പോൾ ഈ വർഷം ഞാനെന്താ ചിന്തിച്ചെന്നോ, ബക്കറ്റ് ലിസ്റ്റ് ഒന്നും വേണ്ട. ഇപ്പം ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് എനിക്ക് തിരിച്ചു പിടിക്കണം, ശരിയായിട്ടുള്ള സന്തോഷം എനിക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിന് ഞാൻ ഞാൻ കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും. അതൊരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വേണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, സൂര്യോദയത്തിന് മുമ്പ് ഉണരുക. പ്രകൃതിയിലെ ഏറ്റവും ബ്ലെസ്ഡ് ടൈമാണ് സൂര്യോദയത്തിന് മുമ്പുള്ള സമയം. ഞാൻ രാവിലെ ഉണരുന്ന ഒരാളാണ്, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഞാൻ 6 മണിക്കൂർ ഉറങ്ങാറുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കുന്നു. ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും, പക്ഷേ ഈ ഒരു കാര്യം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിലൊരു മാറ്റം വരുത്താൻ ഞാൻ തീരുമാനിച്ചു. സൂര്യോദയത്തിന് മുമ്പ് ഉണർന്നാൽ തീർച്ചയായിട്ടും മാനസികാവസ്ഥ കൂടുതൽ പ്ലസൻ്റ് ആയിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ എനിക്കൊരു റൊട്ടീനുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങും, കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും, പാട്ട് പാടും, അത്യാവശ്യം 2-3 ഡാൻസ് സ്റ്റെപ്പൊക്കെ എടുക്കും. അതിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നി. എഴുന്നേറ്റ് കഴിഞ്ഞ് ഓടിച്ചാടി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് 5 മിനിറ്റ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, അത് ബ്രീത്തിങ് ആണ്. നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസോച്ഛ്വാസമാണ്. ഏറ്റവും സങ്കടം നിറഞ്ഞൊരു അവസ്ഥ എന്താണെന്നോ, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാറേ ഇല്ല പലപ്പോഴും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അത്യാവശ്യം ജീവൻ പോകാത്ത തരത്തിലുള്ള ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയ, അതാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്ലസൻറ്റ് ഫീലിങ്സ് ഇല്ലാതെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹെൽത്ത് ഇഷ്യൂസാണ്. ഈ ശല്യം പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, കഫക്കെട്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ഏജിങ്ങിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. നമുക്ക് ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്, ബയോളജിക്കൽ ഏജ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രോണോളജിക്കൽ ഏജ് 69 ആണ്. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറയും. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ട് ലിംഫാറ്റിക് സിസ്റ്റം, ഇതാണ് നമ്മളെ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന ഒന്ന്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട ഫ്ലൂയിഡ് ലെവലിനെയൊക്കെ കൃത്യമായിട്ട് നിലനിർത്തുന്ന ഒന്നാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം. ആ ലിംഫാറ്റിക് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഡീപ്പ് ബ്രീത്തിങ്. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്, ഡയഫ്രം, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ബ്രീത്തിങ് ആണ്. ഈ ബ്രീത്തിങ്ങിലൂടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന് സകല സെൽസിലേക്കും വ്യാപിച്ച് അതിൻ്റെ ഒരു എൻഡ് വരെ അതിങ്ങനെ എത്തിച്ചേരും. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. രാവിലെ എഴുന്നേക്കും, ഇതിൻ്റെ ഇടയിലേക്ക് ഒരു പ്രാണായാമം ചെയ്യും. എന്നാൽ എഴുന്നേറ്റ വഴിയുള്ള ഒരു ഡീപ്പ് ബ്രത്തില്ലേ, ഈ ഡീപ്പ് ബ്രത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ്, അതിൻ്റെ ഒരു പ്രാധാന്യം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ റെഗുലറായിട്ട് കുറേ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി എക്സസൈസൊക്കെ ഓക്കെയാണ്. ഞാൻ എൻ്റെ കാലിന് വേണ്ട എക്സസൈസ്, കൈക്ക് വേണ്ടതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണല്ലോ ഇമ്മ്യൂണിറ്റി. ഇനി മൂന്നാമത്തെ കാര്യം, ശ്വാസം നമ്മുടെ പ്രാണനാണ്. ഈ പ്രാണനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം. ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എനർജി ഉണ്ടാവും. ഇവിടെ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയൊരു കാര്യം എന്താണെന്നോ, ഇളം ചൂടുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ കുടിക്കുക, റൂം ടെമ്പറേച്ചർ ആ ലെവലിലുള്ള വെള്ളം കുടിക്കുക. ഇതിൽ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ, ദാഹിച്ച് വലഞ്ഞ് ചെല്ലുമ്പോൾ നല്ല ജ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും അല്ലേ എന്നൊക്കെ വിചാരിച്ചങ്ങ് കുടിക്കും. പക്ഷെ അത് പലപ്പോഴും എൻ്റെ തൊണ്ടയെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒരുപാട് പൊല്യൂട്ടഡ് അല്ലേ. പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ വലുതായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നില്ല. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ പ്രായം, എൻ്റെ എൻവയോൺമെൻറ്റ്, അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആകാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒന്നല്ലേ ദഹനരസം. ഈ ദഹനരസത്തെ ആയുർവേദത്തിൽ അഗ്നി എന്ന് പറയും. തണുത്ത വെള്ളം കുടിക്കില്ല, തണുത്ത വെള്ളം മാത്രമല്ല അതിൽ കുറേ ഐസിട്ടൊക്കെ കുടിക്കുമ്പോൾ ഈ അഗ്നിയിലേക്ക് ഇങ്ങനെയുള്ള വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അഗ്നി അണഞ്ഞു പോവില്ലേ. ദഹന പ്രക്രിയയെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ചെറു ചൂടുള്ള വെള്ളം. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ ഹാപ്പിനെസ്സിന് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് കേട്ടോ, സ്ട്രെസ്. ഇന്നാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൂടിയിട്ട് എല്ലാവരും നല്ല ബിസിയാണെന്ന് പറയുന്നു. ഇതിലൊരു പ്രയോറിറ്റി നമ്മൾ നിശ്ചയിച്ചില്ലെങ്കിൽ നമ്മൾ വിട്ടുപോകും. നമുക്ക് എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ തീരുമാനിക്കണം. ഒരു മാരേജ് ഫങ്ഷൻ,
അതോടനുബന്ധിച്ച് എത്ര ദിവസങ്ങളാണ് പരിപാടികൾ. ഇതെല്ലാത്തിനും നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പിന്നെ മാരേജ് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതായിട്ട് മാറും. ഒരു വിവാഹത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയും എല്ലാ പരിപാടിക്കും വരണമെന്ന്. നമ്മൾ കൃത്യമായിട്ട് തീരുമാനിക്കണം, നമുക്കതിന് മാത്രം സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന പരിപാടിക്ക് വരാം, നമ്മളതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക. അത് റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ എന്നാലും മിക്കവാറും ഞാൻ കാണുന്ന ഒരു കാര്യം, ഇങ്ങനെ പല ദിവസങ്ങളിൽ വിവാഹം നടത്തുക, എല്ലാത്തിനും വരണമെന്ന് നിർബന്ധിക്കുക, നിർബന്ധത്തിന് വഴങ്ങി നമ്മളെല്ലാത്തിലും പങ്കെടുക്കുക, പിന്നെ നമ്മൾ പരിശീലനരാകുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത്, കല്യാണത്തിന് പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ നമ്മൾ ഈ ചടങ്ങുകൾക്ക് വേണ്ടി മാത്രമുള്ള ആളായിട്ട് മാറിയാൽ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്കും മാറ്റം വരുത്തേണ്ട ഒരു ഏരിയ ഇതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതിനൊക്കെ പോകണം, ഏതൊക്കെ വേണ്ടാന്ന് വെക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആളുകൾ എന്ത് കരുതും, ഇങ്ങനെ പല ചിന്തകളുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സന്തോഷമാണെന്നുള്ളത് മറന്നു പോകരുത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മുടെ സന്തോഷവും. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചെല്ലുക. ഈ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസിൻ്റെയൊക്കെ കേസിൽ നമുക്ക് കുറച്ച് ബാലൻസ് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടുപോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പം നമ്മളിതൊക്കെ ബോധപൂർവം മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ എന്തിലൊക്കെ പങ്കെടുക്കണം അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ ആ പരിപാടി നടക്കൂല, അങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ ഞാൻ പോയിരിക്കണം. അങ്ങനെ നമ്മുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്ന ഘടകങ്ങളുണ്ട്. അതൊക്കെ വെച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 5ാമത്തെ കാര്യമാണ്, നമ്മുടെ പ്ലസൻറ്റ് ഫീലിങ്സിനെ, ഹാപ്പിനെസ്സിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കണക്ഷൻസ്, റിലേഷൻഷിപ്പ്. ഇവിടെയും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വെർച്വൽ കണക്ഷൻസ് ഒരുപാടുള്ള കാലഘട്ടമാണ്. അവിടെയൊക്കെ നമ്മളൊരു കൺട്രോൾ സിസ്റ്റം വെച്ചില്ലെങ്കിൽ പെട്ടുപോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെമ്പറായിട്ടുള്ള എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കൺട്രോൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. എത്ര സമയം അവിടെ ചെലവഴിക്കണം, അതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാവണം. വെർച്വൽ കണക്ഷനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. വെർച്വൽ വേൾഡ് കണക്ഷൻസിനൊക്കെയായാലും നമുക്ക് പ്ലസൻറ്റ് ഫീലിങ്സ് ഉണ്ടാക്കി തരുന്നത് റിയൽ വേൾഡ് കണക്ഷൻസ് തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൃത്യമായിട്ട് തീരുമാനിക്കണം, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. നമ്മളെ പരിഗണിക്കാത്ത അല്ലെങ്കിൽ അവഗണിക്കുന്ന ആളുകളുടെയൊക്കെ പുറകെ നടന്ന് പാഴാക്കേണ്ട ഒന്നല്ല സമയം. അപ്പോൾ നമ്മളെ പരിഗണിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്കും ഇഷ്ടം തോന്നുന്ന, നമുക്ക് സന്തോഷം തോന്നുന്ന, സംതൃപ്തി തരുന്ന ആ ബന്ധങ്ങളില്ലേ, ആ ബന്ധങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. അപ്പോൾ ഞാൻ ഇതിനകം കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിൽ വീഴ്ച വന്നതായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാളുള്ളൊരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. ഞാൻ ഈ ഫേസ്ബുക്കിൽ എൻ്റെ ശിഷ്യൻ നജീബിൻ്റെ ഒരു കുറിപ്പ് വായിച്ചു. നജീബിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പരാമർശിക്കാറുണ്ട് കേട്ടോ. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ശിഷ്യനാണ്, നല്ല നർമ്മബോധമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ നജീബിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ 2025 അവസാനിക്കാറായി, 2026 തുടങ്ങാറായി. ഞാൻ എൻ്റെ ഡയറി തുറന്നു, കഴിഞ്ഞ വർഷത്തെ തീരുമാനങ്ങൾ വായിച്ചു. അതിൽ ഗംഭീരമായിട്ടുള്ള തീരുമാനങ്ങൾ: പുകവലി പാടെ ഉപേക്ഷിക്കണം, അതിരാവിലെ ഉണരണം, ഭക്ഷണക്രമത്തിൽ പാലിക്കേണ്ട ശീലങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഇതെല്ലാം വായിച്ചിട്ട് അടുത്തിരുന്ന ഭാര്യയോട് പറഞ്ഞു, നിസ ഇതൊന്നും നടന്നില്ലല്ലോ. അപ്പം നിസയുടെ മറുപടി എന്തായിരുന്നെന്നാ, അത് നന്നായില്ലേ, ഇനി നമുക്ക് തീരുമാനങ്ങൾ എഴുതാൻ വെറുതെ പേനയും കടലാസും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് തന്നെ അടുത്ത വർഷം ഉപയോഗിച്ചാൽ പോരെ. അങ്ങനെ നിസ ബുദ്ധിപൂർവ്വം ആ കാര്യം കൈകാര്യം ചെയ്തു. ഇതുപോലൊരു അവസ്ഥ എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ ബാക്കി ചില കാര്യങ്ങളുണ്ട്. പുസ്തകം പാതി വഴിയിലാണ്, എൻ്റെ ജപ്പാൻ യാത്ര നടന്നിട്ടില്ല. അപ്പം എന്തായാലും അതവിടെ ഉള്ളത് കൊണ്ട് നിസ പറഞ്ഞതുപോലെ തൽക്കാലം പേനയും കടലാസും പുതിയ തീരുമാനങ്ങൾക്കായിട്ട് ഞാൻ ചിലവഴിക്കുന്നില്ല. പക്ഷേ ഈ കറക്ഷൻസ് ഞാൻ നടത്തി കഴിഞ്ഞാൽ, ഈ ചെറിയ ശല്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ പൂർവാധികം എനർജറ്റിക്കായിട്ട് ഞാൻ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുതുവർഷം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും തീരുമാനമാണ്. എൻ്റെ തീരുമാനം ഇതാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.